എല്ലാവരും കട കാണുമ്പോൾ വിചാരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് സ്റ്റോറാണ്, ഓർഗാനിക് ഭയങ്കര വില കൂടുതലാണെന്നാണ്. പക്ഷേ ഇത് ആക്ച്വലി ഇതൊരു 80% പ്രോഡക്ട്സിന് നോർമൽ മാർക്കറ്റിനൊക്കെ വില കുറവ് വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ 100 ഗ്രാം കടുകിന് പാക്കറ്റ് പ്രൈസ് 20 രൂപയാണ്. അത് ലൂസ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഞാൻ വിൽക്കുന്ന 12 രൂപയ്ക്കാണ്. അത് 8 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് ഒരിക്കലും അവർ 8 രൂപ ലാഭം എടുക്കുന്നല്ല, 7-8 പാർട്ടികൾക്ക് സ്പ്ലിറ്റ് ആവുകയാണ് ആ 8 രൂപ. അതായത് അതിൻ്റെ പാക്കിംഗ് ആയിരിക്കാം, ബ്രാൻഡിങ് ആയിരിക്കാം, എക്സ്പയറി ഡേ ആയിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, ഹോൾസെയിലർ ആയിരിക്കാം, അങ്ങനെ പലർക്കായിട്ട് സ്പ്ലിറ്റ് ആവുക. എനിക്കിതൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് 12 രൂപയ്ക്ക് കൊടുക്കാം, കാരണം എനിക്ക് 10 രൂപയ്ക്ക് കിട്ടും, 12 രൂപയ്ക്ക് വിൽക്കാം. എനിക്ക് ഡീസൻ്റ് ആയിട്ട് 2 രൂപ മാർജിൻ ഉണ്ട്, ഞാൻ അതിന് വിൽക്കുന്നു. സോ കടക്കാരന് ഇപ്പോൾ 20 രൂപയ്ക്ക് വിൽക്കുന്ന കടക്കാരന് അവന് 18 രൂപയ്ക്കായിരിക്കും കിട്ടണേ, മനസ്സിലല്ലേ? അവനും ആ സെയിം മാർജിനാണ്. സോ സെയിം മാർജിൻ ഇപ്പം വേസ്റ്റും വെറുതെ ജനറേറ്റ് ചെയ്യണ്ട. ഇപ്പം ഈ ശരിക്കും നമ്മൾ 5 മിനിറ്റിന് വേണ്ടി 500 വർഷത്തെ മാലിന്യം ഉണ്ടാക്കുകയാണ്. അതൊന്നും ആവശ്യമില്ല. പണ്ട് നമ്മുടെ വീട്ടുകാരെല്ലാം ഈ പേപ്പറിൽ കുമ്പിൾ കുത്തിയും പേരൻസും ഗ്രാൻഡ് പേരൻസും എല്ലാം അങ്ങനെയല്ലേ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെറുതെ അതിനുവേണ്ടി ഇപ്പം പെർഫെക്റ്റ് ആവുമെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഇതും കുറയ്ക്കാൻ പറ്റും. വെറുതെ അതിനുവേണ്ടി ഫണ്ടും പൈസയും കളയണ്ട.